ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ജനുവരി 6-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. DPIIT, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ്, പാർട്ട്നേഴ്സ് വിത്ത് സ്ട്രൈഡ് വെഞ്ചേഴ്സ് ടു ആക്സിലറേറ്റ് ഗ്രോത്ത് ആൻഡ് ഗ്ലോബൽ എക്സ്പാൻഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റാർട്ടപ്സ്. അപ്പോൾ ഗ്രോത്ത് ആൻഡ് ഗ്ലോബൽ എക്സ്പാൻഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റാർട്ടപ്സിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് സ്ട്രൈഡ് വെഞ്ചേഴ്സായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിൻ്റെ നെക്സ്റ്റ് ന്യൂസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ സെക്കൻഡ് ന്യൂസ് ഇതാണ്. RBI അപ്രൂവ്സ് മെർജർ ഓഫ് എ നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് വിത്ത് കോസ്മോസ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ നാഷണൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയും കോസ്മോസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയും മെർജർ അപ്രൂവ് ചെയ്തിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൺ January 3rd said it has approved the voluntary merger of the National Cooperative Bank Limited, Bangalore, Karnataka with the Cosmos Cooperative Bank Limited, Maharashtra. ഈ രണ്ട് ബാങ്കുകളുടെയും മെർജർ അപ്രൂവ് ചെയ്തു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ അതിൻ്റെ അമാൽഗമേഷൻ്റെ റൂൾസ് കാര്യങ്ങളൊക്കെയാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. SBI ലോഞ്ചസ് ഹർ ഘർ ലാഖ്പതി RD സ്കീം. SBI patrons FD deposit scheme for these senior citizens. അപ്പോൾ SBI ഹർ ഘർ ലാഖ്പതി RD റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. SBI പാട്രൺസ് FD ഡെപ്പോസിറ്റ് സ്കീമും തുടങ്ങി. അപ്പോൾ ഈ രണ്ട് സ്കീംസാണ് ഇപ്പോൾ SBI സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് അനൗൺസ്ഡ് ദ ലോഞ്ച് ഓഫ് 2 ന്യൂ ഡെപ്പോസിറ്റ് സ്കീംസ് ഫോർ കസ്റ്റമേഴ്സ്. ദ ലോഞ്ച് ഓഫ് 2 schemes ഹാസ് ബീൻ അനൗൺസ്ഡ് ത്രൂ പ്രസ് റിലീസ്. The 2 new deposit schemes are ഹർ ഘർ ലഖ്പതി ആൻഡ് SBI പാട്രൺസ്. ഈ ഡെപ്പോസിറ്റ് അക്കൗണ്ട്സിൻ്റെ RDയുടെയും ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെയും അക്കൗണ്ടുകളുടെ പേരാണ് ഹർ ഘർ ലഖ്പതിയും അതേപോലെ SBI പാട്രോൺസും. പിന്നെ പറയുന്നത് ഹർ ഘർ ലഖ്പതി ഈസ് എ പ്രീ കാൽക്കുലേറ്റഡ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീം ഡിസൈൻഡ് ടു ഹെൽപ്പ് കസ്റ്റമേഴ്സ് ടു അക്കുമുലേറ്റ് 1 lakh rupees ഓർ മൾട്ടിപ്പിൾസ് ദർ ഓഫ്. അപ്പോൾ ഹർ ഘർ ലഖ്പതി എന്ന് പറയുന്ന സ്കീം റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസൈൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് 1 lakh rupees അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസോ അക്കുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം അത്രയും അക്കുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ഈ ഹർ ഘർ ലഖ്പതി എന്ന് പറയുന്ന സ്കീം. അപ്പോൾ 1 lakh ഓർ ഇറ്റ്സ് മൾട്ടിപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 lakh ആവാം, 2 lakh ആവാം, 3 lakh ആവാം, അങ്ങനെ ഓരോ ഇത് കൂടി പോവുക. അല്ലാണ്ട് 1,50,000 ഒരു അക്കൗണ്ട് അങ്ങനെയല്ല. അപ് ടു 1 lakh ആൻഡ് ഇറ്റ്സ് മൾട്ടിപ്പിൾസ് ദർ ഓഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയുന്നത് ദ ന്യൂ സ്കീം സിംപ്ലിഫൈസ് ദ പ്രോസസ് ഓഫ് അച്ചീവിംഗ് ഫിനാൻഷ്യൽ ഗോൾസ് അലവിംഗ് കസ്റ്റമേഴ്സ് ടു പ്ലാൻ ആൻഡ് സേവ് ഇഫക്റ്റീവ്ലി. ദിസ് പ്രോഡക്റ്റ് ഈസ് ഓൾസോ അവൈലബിൾ ടു മൈനേഴ്സ് എൻകറേജിംഗ് ഏർലി ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് സേവിങ്സ് ഹാബിറ്റ്സ്. അപ്പം മൈനേഴ്സിനും ഇത് അവൈലബിൾ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പുതിയ സ്കീം. പിന്നെ SBI ഹാസ് ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് SBI പാട്രൺസ്. ഈ SBI പാട്രൺസ് എന്ന് പറയുന്ന സ്കീം അത് ഓൺലി ഫോർ സീനിയർ സിറ്റിസൺസിനാണ്. ദിസ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം ടൈലേർഡ് ഫോർ സീനിയർ സിറ്റിസൺസ് ഏജ് 80 years ആൻഡ് അബവ്. അപ്പോൾ സീനിയർ സിറ്റിസൺ ആവുക 60 yearsൻ്റെ മീതെ പോയി കഴിഞ്ഞാലാണ്. പക്ഷേ ഈ ഒരു സ്കീം ബെനിഫിറ്റ് ചെയ്യുന്നത് 80 years ആൻഡ് അബവ് ആയിട്ടുള്ള സീനിയർ സിറ്റിസൺസിനാണ്. The new SBI scheme offers enhanced interest rates, recognizing the long-standing relationship many senior customers have with the bank. SBI patrons is available to both existing and new FD investors. അപ്പോൾ അത് എല്ലാവർക്കും അവൈലബിൾ ആണ്. ക്രൈറ്റീരിയയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. പിന്നെ SBI ഹാസ് ലോഞ്ച്ഡ് അതർ ഡെപ്പോസിറ്റ് സ്കീംസ് ഓഫറിംഗ് ഹയർ ഫിക്സഡ് ഡെപ്പോസിറ്റ് റേറ്റ്സ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. ഫോർ ഇൻസ്റ്റൻസ് SBI VCare ഡെപ്പോസിറ്റ് സ്കീം ഓഫേഴ്സ് സീനിയർ സിറ്റിസൺസ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 7.5%
for tenure of 5 years to less than 10 years. അപ്പോൾ 7.5% ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്ന വി കെയർ ഡെപ്പോസിറ്റ് സ്കീമൊക്കെ ഉണ്ട് അവരുടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിമിലർലി 444 ദിവസത്തിൻ്റെ FD സ്കീം ഉണ്ട്, അമൃത് വൃഷ്ടി എന്ന് പറയുന്നത്. അതോ സീനിയർ സിറ്റിസൺസിന് 7.75% റേറ്റിൽ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. 444 ദിവസത്തിൻ്റെ FD ആണത്. അപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് 31 മാർച്ച് 2025 വരെയാണ്. പിന്നെ SBIയുടെ അമൃത് കലശ് എന്ന് പറയുന്ന FD സ്കീം വിത്ത് 400 days ഓഫേഴ്സ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 7.6% ടു സീനിയർ സിറ്റിസൺസ്. ദ സ്കീം ഈസ് ഓൾസോ അവൈലബിൾ ടിൽ മാർച്ച് 31, 2025. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. ബാക്കി ഇത്രയേ ഉള്ളൂ. അതായത് CS ഷെട്ടിയാണ് ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. EPFO കംപ്ലീറ്റ്സ് റോൾ ഔട്ട് ഓഫ് സെൻട്രലൈസ്ഡ് സിസ്റ്റം ഫോർ പെൻഷനേഴ്സ്. EPFO എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ. അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് റോൾ ഔട്ട് ഓഫ് സെൻട്രലൈസ്ഡ് സിസ്റ്റം ഫോർ പെൻഷനേഴ്സിൻ്റെ സെൻട്രലൈസ്ഡ് പെൻഷൻ സിസ്റ്റം കംപ്ലീറ്റ് റോൾ ഔട്ട് നടത്തിയിരിക്കുകയാണ് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യാസ് ഫസ്റ്റ് എവർ ഗ്ലാസ് സീ ബ്രിഡ്ജ് ഓപ്പൺഡ് ഇൻ കന്യാകുമാരി. അപ്പോൾ കന്യാകുമാരിയിൽ ഇന്ത്യയുടെ ഫസ്റ്റ് എവർ ഗ്ലാസ് സീ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. എ സ്റ്റണ്ണിംഗ് 77 meter ലോങ് ആൻഡ് 10 meter വൈഡ് ഗ്ലാസ് ബ്രിഡ്ജ് വാസ് ഇനോഗ്രേറ്റഡ് ഓൺ December 30, 2024 by Tamil Nadu Chief Minister M.K. Stalin, connecting the iconic Vivekananda Rock Memorial and a towering 133-foot Tiruvallur statue off the coast of Kanyakumari. അപ്പോൾ അത് അൺവെയിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് എവർ ഗ്ലാസ് സീ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതാണ് ന്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഡിക്ലൈൻ ഇൻ ഇന്ത്യാസ് റൂറൽ പോവർട്ടി ഫ്രം 25.7% to 4.86% ഇൻ ലാസ്റ്റ് 12 years. അപ്പോൾ ഇന്ത്യയുടെ റൂറൽ പോവർട്ടി ഡിക്ലൈൻ ചെയ്തിരിക്കുകയാണ്. 25.7%-ൽ നിന്നും 4.86% ആയിരിക്കുകയാണ് കഴിഞ്ഞ 12 വർഷം കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ഇന്ത്യാസ് റൂറൽ പോവർട്ടി ഹാസ് ഡിക്ലൈൻഡ് സിഗ്നിഫിക്കൻ്റ്ലി ടു 4.86% ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ 2023-24 കമ്പയർഡ് ടു 25.7% ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ 2011-12. അപ്പോൾ ആ ടൈമിൽ ഉണ്ടായിരുന്നത് 25.7% പോവർട്ടി ആണെങ്കിൽ ഇപ്പോൾ 4.86% പോവർട്ടി ഉള്ളൂ, റൂറൽ പോവർട്ടി ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് ബ്രെയിലി ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 4th January ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. വേൾഡ് ബ്രെയിലി ഡേ മാർക്ക്ഡ് ഓൺ January 4th എവറി ഇയർ ഈസ് ഒബ്സർവ്ഡ് അക്രോസ് ദ ഗ്ലോബ് ടു റേസ് അവയർനെസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബ്രെയിലി ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫോർ ബ്ലൈൻഡ് ആൻഡ് പാർഷ്യലി സൈറ്റഡ് പീപ്പിൾ. വേൾഡ് ബ്രെയിലി ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് January 4th ആണ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഫായിസ് അഹമ്മദ് കിദ്വായ് 1996 ബാച്ച് IAS ഓഫീസർ അപ്പോയിൻറ്റഡ് DGCA ഡയറക്ടർ ജനറൽ. അപ്പോൾ ഫായിസ് അഹമ്മദ് കിദ്വായ് 1996 ബാച്ച് IAS ഓഫീസർ ആയിരുന്ന ഫായിസ് അഹമ്മദ് കിദ്വായ് DGCAയുടെ അതായത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഡയറക്ടർ ജനറലായിട്ട് അപ്പോയിൻ്റ് ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. IAS Ashutosh Agnihotri appointed chairman and managing director of Food Corporation of India.
അപ്പോൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചെയർമാൻ ആയിട്ട് ഇപ്പോൾ IAS ഓഫീസറായ അശുതോഷ് അഗ്നിഹോത്രിയെ അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. മിസ്റ്റർ അശുതോഷ് അഗ്നിഹോത്രി, എ 1999 batch IAS officer of the Assam Meghalaya cadre, currently serving as a additional secretary in the Department of Home, Ministry of Home Affairs, has been appointed as chairman and managing director of Food Corporation of India. He will hold the rank and pay of the additional secretary. This appointment underscores Mr. Agnihotri's extensive experience and leadership in administrative roles. The Food Corporation of India is a government-owned corporation responsible for the procurement, storage, and distribution of food grains across India. It plays a crucial role in ensuring food security and implementing government food policies. അപ്പോൾ IAS ഓഫീസറായ അശുതോഷ് അഗ്നിഹോത്രി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് അപ്പോയിൻ്റ് ആയി. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.